ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ എന്തത്ര കാര്യമായിട്ട് എഴുതണമെന്നാണോ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുള്ളത്? അതെന്താണെന്നറിയോ? ഞാനുണ്ടല്ലോ എന്നും രാവിലെ എനിക്ക് അന്നത്തെ ദിവസം എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ എഴുതി വെക്കും കേട്ടോ. അതിൽ എൻ്റെ ക്രാഫ്റ്റ് വർക്കും ബേക്കിങ്ങും പിന്നെ ഞാൻ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ വരെ ഉണ്ടാവും കേട്ടോ അതിൽ. ഇന്നിപ്പോൾ രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മഴയൊക്കെ കണ്ട് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ വർക്ക് ചെയ്യാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു സേവ് ദ ഡേറ്റിൻ്റെ പ്രിൻ്റ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്യണത്. ക്യാൻവയിലാണ് ഞാൻ കൂടുതലും എൻ്റെ പ്രിൻറ്റിങ് വർക്കുകളും അങ്ങനത്തെ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ നിർത്താതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മയത്. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോഴേ ഈ മഴയൊക്കെ ഇതേപോലെ തന്നെ നിർത്താതെയുള്ള മഴ കാണുമ്പോൾ നമ്മളിങ്ങനെ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബുക്കത്തെ പേജൊക്കെ പറിച്ചിട്ട് എന്നിട്ട് ഉമ്മാൻ്റെ നടിയൊക്കെ കിട്ടും. ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ കേട്ടോ. ഈ മഴ ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നായിരുന്നു ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കാമെന്ന്. പേപ്പർ എടുക്കാൻ വന്നപ്പോഴാണ് എനിക്ക് പണ്ട് ഞാൻ ക്രാഫ്റ്റ് തുടങ്ങണതിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിയ കുറച്ച് കളർ പേപ്പറിൻ്റെ കാര്യം ഓർമ്മയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ എടുത്തുകൊണ്ട് വന്നു. സംഭവം ഇതുണ്ടാക്കാൻ സിമ്പിളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടോ എങ്ങനെ മടക്കണം എന്നുള്ളത്. കാരണം പണ്ട് ഉണ്ടാക്കിയതാണ്, പിന്നെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ. ഒന്നുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഈസിയായി. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെയ്യണ അതേപോലത്തെ സംഭവങ്ങൾ ചെയ്തിരുന്നു എന്നല്ല കേട്ടോ. നമ്മൾ അന്നത്തെ ഒരറിവ് വെച്ച് അന്നത്തെ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യണ ക്രാഫ്റ്റൊക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്കൂളിലൊക്കെ ശാസ്ത്രമേള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ ഈ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുക. പിന്നെ തെങ്ങിൻ്റെ പൂവ്, കവുങ്ങിൻ്റെ മറ്റേ ആ ഒരു പൂവ് പോലത്തെ സംഭവത്തിനൊക്കെ കളർ കൊടുത്തിട്ട് എന്തെങ്കിലും ഫ്ലവറോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ അതേപോലെ മണലിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ രാജ്യങ്ങളെ ഭൂപടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണതിലൊക്കെ എന്തൊക്കെ അന്ന് ചെയ്യാൻ പറ്റുമോ അന്ന് അതൊക്കെ ചെയ്തിന് കേട്ടോ. പിന്നെ സ്കൂളിൽ പോയാൽ തന്നെ ഈ പ്രൊജക്റ്റ് അസൈൻമെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു കേട്ടോ എനിക്കിഷ്ടം. അല്ലാതെ പഠിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇമ്മ ഇപ്പോഴും ചീത്ത പറയും കേട്ടോ. കാരണം ഒരു ദിവസം അവധി ഉണ്ടെങ്കിൽ ഞാൻ ആകെ വെട്ടിപ്പരത്തിയിട്ടുണ്ടാവും എന്ന് അമ്മ പറയാം. കാരണം അന്ന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. അന്ന് ഞാൻ സ്കൂളിൽ പ്രൊജക്റ്റിനൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്തിരുന്നത് പിന്നെ ഈ മലയാള മനോരമൻ്റെ കൂടെ കിട്ടുന്ന പഠിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. കഥ പറഞ്ഞ് നമ്മൾ 4 ബോട്ട് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കി കളഞ്ഞു നോക്കാം കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓവുചാലുണ്ട് കേട്ടോ. അതിൽ നല്ലോണം വെള്ളമുണ്ട്. പക്ഷേ തോണി കൊണ്ടുപോയി ഇട്ടപ്പോഴാണ് മനസ്സിലായത് വെള്ളത്തിന് ഒഴുക്ക് കുറച്ച് കൂടുതൽ ഇനിയുകൊണ്ട് തോണി അപ്പം തന്നെ ഞങ്ങൾ കണ്ണിൽ നിന്ന് മറിഞ്ഞ് പോയി കേട്ടോ. ഇവിടെ ഒരാൾ തോണി ഒഴുകി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ വർക്കാണ്. ഇതെൻ്റെ കസിൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള വർക്കാണ് കേട്ടോ. അവൾ ടീച്ചറാണ്. അപ്പം അവർക്ക് കലോത്സവത്തിന് വേണ്ടിയിട്ട് വീഡിയോ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റർ റെഡിയാക്കാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ കറക്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവൾ പറഞ്ഞത് ഞാൻ അതേപോലെ ചെയ്തു എന്നുള്ളൂ. 300 GSM A3 സൈസിൽ പ്രിൻ്റ് ചെയ്തിട്ട് ഫോം ബോർഡിൽ ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് ആ A3 സൈസിൽ കട്ട് ചെയ്തു. ഇനി ഇതിൻ്റെ വീഡിയോ വരുമ്പോൾ മാത്രമേ ഇതെന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ചെയ്യാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റെസിൻ വർക്ക് ഉണ്ടായിരുന്നല്ലോ, ആ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി അതിന് ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കണം. സാധാരണ ഇതിപ്പോൾ നമുക്ക് നേരിട്ട് ഡെലിവറി ചെയ്യാനുള്ളതാണ്.
അല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പാക്കിംഗ് അല്ല ചെയ്യുക, കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള പാക്കിംഗ് ഒക്കെയാണ് ചെയ്യുക. ഇതിപ്പം ജസ്റ്റ് നേരിട്ട് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെ ആക്കി കൊടുക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. ഏതൊരു ഗിഫ്റ്റും ഗിഫ്റ്റിൻ്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പാക്കിങ്ങും. അപ്പോൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ പാക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കാറുണ്ട്. കൊറിയർ അയക്കുന്ന സാധനങ്ങൾക്കാണ് നമുക്ക് പാക്കിങ്ങിൽ ഏറ്റവും ടെൻഷൻ വരിക. കാരണം പൊട്ടിപ്പോവോ, ചില കൊറിയർ സർവീസിൻ്റെയൊക്കെ സർവീസ് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. പണ്ടൊക്കെ 1-2 സംഭവങ്ങൾ ഫ്രെയിമൊക്കെ ഞാൻ അയച്ചത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ അതിനനുസരിച്ച് നല്ലവണ്ണം പാക്ക് ചെയ്തിട്ടാണ് അയക്കുക. ഇനി നെക്സ്റ്റ് വർക്ക് വരുന്നത് പ്രിസർവേഷന് വേണ്ടിയിട്ടൊരു കസ്റ്റമർ കൊടുത്തയച്ച ഐറ്റംസിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ഫ്ലവേഴ്സും പിന്നെ അവർ കൊണ്ടുവന്ന എന്തോ ഒരു സാധനത്തിൻ്റെ മിഠായിൻ്റെ ട്രേയോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ നമുക്കത് ആ ഒരു ട്രേയിൽ ഈ ഫ്ലവർ പ്രിസർവ് ചെയ്തിട്ട് അവരെ നെയിം അറബിക്കൽ കൊടുത്ത് മൊത്തം ഒന്ന് സെറ്റാക്കണം എന്നാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ വർക്ക് നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ ഫ്ലവേഴ്സ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാൻ വെക്കണം. ഈ ഫ്ലവർ കൊടുത്തു വിട്ട ബോക്സ് തന്നെ അത്യാവശ്യം എയർ ടൈറ്റുള്ള കണ്ടെയ്നർ ആയതുകൊണ്ട് ഞാൻ അതിൽ തന്നെയാണ് കേട്ടോ പ്രിസർവ് ചെയ്യാൻ വെക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സിലിക്ക ജെല്ലാണ് കേട്ടോ. ഇത് നോർമലി ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഉണ്ടാവുക. പിന്നെ ഇത് ഫ്ലവറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രിസർവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഒരു ഗ്രീൻ കളറാവും കേട്ടോ. അപ്പോഴാണ് നമ്മൾ പിന്നെ ഈ ഫ്ലവറിനെ ഇതിൽ നിന്ന് മാറ്റുക. അപ്പോഴേ ഫ്ലവർ ഡ്രൈ ആയിട്ടുണ്ടാവുള്ളൂ. ഇവർ കൊടുത്ത് വിട്ട ഈ ട്രേ വലിയ ഡെപ്ത് ഇല്ല. അപ്പം ഈ ഒരു ഫ്ലവറിനെ നമുക്ക് ഇതേപോലെ തന്നെ അതിൽ വെക്കാൻ കഴിയില്ല. ഫ്ലവർ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ പെറ്റൽസ് ആയിട്ടാണ് കേട്ടോ ഇതിനെ പ്രിസർവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പെറ്റൽസ് ആയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.